ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. നമ്മൾ സൂപ്പർ ഓവർ എന്നുള്ള പേരിൽ ഒരു പുതിയ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ ഓവറിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അതായത് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് കട്ട് ഓഫിന്റെ വളരെ അടുത്ത മാർക്കിൽ വന്ന് നിൽക്കും. ആ ഒരു മാർജിനിൽ വന്ന് നിന്ന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ എന്താണ് ആ കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ് പല കുട്ടികളോടും നമ്മളോട് പറയാറുള്ളത്. ക്ലാസ്സിന് ലൈവിലൊക്കെ ഉള്ള സമയത്ത് പറയാറുണ്ട്, ടീച്ചറെ എനിക്ക് ബോർഡറിൽ ഞാൻ എത്തി, പക്ഷെ എനിക്ക് ആ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് മാർക്ക് എനിക്ക് നേടാൻ പറ്റിയില്ല എന്നുള്ളത്. സോ അങ്ങനെ വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് ചോദ്യങ്ങൾ നമുക്കറിയാം ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ CSEB വളരെ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ളത്, അതായത് 2025-ലും 2024-ലും നടത്തിയിട്ടുള്ള ആ ഒരു പാറ്റേൺ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ചോദ്യങ്ങളുടെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി ചർച്ച ചെയ്ത് പോവുകയാണ്. അപ്പൊ എന്താ അതിന്റെ ഗുണം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പോർഷൻ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായി പറ്റും. അറിയാത്തവര്, ശ്രദ്ധിക്കാതെ പോയ ആളുകൾക്ക് ഓക്കെ ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ, എങ്ങനെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ചിന്തിക്കും എന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നതിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ തീർച്ചയായിട്ടും കാണുക. തീർച്ചയായിട്ടും ഉറപ്പാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു എഡ്ജ് തരാനായിട്ട് ഈ ഒരു സീരീസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ കോപ്പറേറ്റീവ് ലോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? A member of a cooperative society shall be expelled from the society if the member. എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് അല്ലെ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിനെ എക്സ്പെൽ ചെയ്യേണ്ട ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കൂ, became a defaulter of the society. Option B, act adversely to the interest of the society. Option C, carrying the same business as is being carried on by the society. Option D, has been surcharged under section 68 of the KCS Act 1969. ഈ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇനി ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവാട്ടോ. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാനായി ശ്രമിക്കുക. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പലർക്കും ഡൗട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കുറെ കാര്യങ്ങളും കൂടി ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്താണ് ഒന്നും കൂടി നമുക്കിങ്ങനെ അയ്യോ അതന്നെ ആണോ അല്ലേ എന്നുള്ളൊരു ചിന്ത, നമുക്ക് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്താ ഇതിന്റെ ആൻസർ വരിക? എവിടെ ഇതിന്റെ ആൻസർ കിടക്കുന്നേ നോക്കൂ. സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹൂ ഹാസ് ആക്റ്റഡ് adversely to the interest of the society, അല്ലേ 28, or has failed to comply with the provision of the bylaws may be expelled upon a resolution of the general body എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. at a special meeting convened for the purpose by the votes of not less than 2/3 of the total number of members present and voting at the meeting. അതായത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷനിലാണ്? ആ മെമ്പർ അല്ലെ സംഘത്തിന്റെ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ adversely to the interest of the society, who has acted adversely to the interest of the society എന്നുള്ള പോയിന്റ് ആണ് ഉള്ളത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഓർ അല്ലെങ്കിൽ, ഓർ എന്താ പറഞ്ഞിട്ടുള്ളത്? fail to comply with the provisions of the bylaw. ഇതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ 2 കണ്ടീഷനാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പ്രകാരം ആൻസർ എന്താ വരിക? യെസ്, ആക്ട് adversely to the interest of the society. മനസ്സിലായോ? അപ്പോൾ ചോദ്യം കണ്ടില്ലേ, വളരെ ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സെക്ഷനും റൂളും നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള കുറെ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ
കോപ്പറേറ്റീവ് ലോയൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ചോദ്യങ്ങൾ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഉള്ളിൽ നിന്നും, അതായത് സബ് സെക്ഷനിൽ നിന്നും സബ് റൂളിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇന്നത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഇത് പഠിച്ചല്ലോ നിങ്ങൾ. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വേണം എക്സ്പെൽഷന് വേണ്ടിയിട്ട് കൂടാനായിട്ട്, അല്ലെ? സ്പെഷ്യൽ മീറ്റിംഗ് വേണം. പിന്നെ എന്താണ്? യെസ്, വോട്ട് എങ്ങനെയായിരിക്കണം? 2/3 ഓഫ് ദ ടോട്ടൽ നമ്പേഴ്സ്, അല്ലെ? അതായത് 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കുകയും വേണം. 2/3 മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ജനറൽ ബോഡി ആയിരിക്കണം, 2/3 മെജോറിറ്റിയിൽ വേണം പാസ്സാക്കാനായിട്ട്. എക്സ്പെൽഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി no member shall be expelled under subsection 1 without being given an opportunity of making his representation. അതായത് ഒരാളെ എക്സ്പെൽ ചെയ്യുന്നതിന് മുൻപേ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അയാൾക്ക് ഒരു റെപ്രസെന്റേഷൻ, അയാൾക്ക് എന്താണോ പറയാനുള്ള, അയാളുടെ ഭാഗം കേൾക്കാനുള്ള ഒരു അവസരം കൂടി അയാൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി 3 നോക്കൂ. എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ expelling a member shall be communicated to the member within a period of 15 days from the date of passing of the resolution. അതായത് ഏത് വ്യക്തിനെയാണോ എക്സ്പെൽ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് ഈ ഒരു കാര്യം, ഈ ജനറൽ ബോഡിയിൽ ഒരു പ്രമേയം അഥവാ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ കാര്യം ഈ വ്യക്തിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് 15 ദിവസങ്ങൾക്കുള്ളിലാണ്. എത്ര ദിവസങ്ങൾക്കുള്ളിലാണ്? 15 ദിവസങ്ങൾക്കുള്ളിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. ദ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പർ. അപ്പോൾ എക്സ്പെൽഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഷെയറുകൾക്ക് എന്ത് സംഭവിക്കും? ഈ എക്സ്പെൽ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഷെയർ എന്ന് പറയുന്നത് കണ്ടുകെട്ടും എന്നാണ് പറയുക. കണ്ടുകെട്ടും എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ടേം ആണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഫോർഫീച്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകെട്ടുക എന്ന് പറയില്ലേ മലയാളത്തില്, അത് തന്നെയാണ്. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത എന്താ പറയുന്നത്? No member of the society who has been expelled under subsection 1 shall be eligible for readmission as a member of that society for a period of 1 year from the date of such expulsion. അതായത് എക്സ്പെൽഷൻ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്ത് 1 വർഷത്തിന് ശേഷം മാത്രമേ ആ മെമ്പർക്ക് തിരിച്ച്, അല്ലെ, അതേ സംഘത്തില് മെമ്പറായിട്ട് പ്രവേശിക്കാനായി സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു വർഷം അയാൾ എന്താണ്, തീർച്ചയായിട്ടും വിട്ടു നിൽക്കുക തന്നെ വേണം. റീഅഡ്മിഷൻ പോസിബിൾ ആവുക 1 വർഷത്തിന് ശേഷം മാത്രമാണ്. അപ്പൊ നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ചോദിച്ച ചോദ്യം കണ്ടില്ലേ, വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് പലപ്പോഴും ഡൗട്ട് വരും. ഇനി ഡൗട്ട് വേണ്ട, ഇതാണ് ആൻസർ. പിന്നെ നമ്മൾ എക്സ്പെൽഷനുമായി ബന്ധപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ ഉത്തരം കമന്റ് ചെയ്തവരുടെയൊക്കെ ഉത്തരങ്ങൾ ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നോക്കൂ. എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് എ മെമ്പർ റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് എൻ ഐഡന്റിറ്റി കാർഡ് ടു ദാറ്റ് മെമ്പർ ഡ്യൂറിംഗ് ദ ഇലക്ഷൻ പീരീഡ്. ഹൂ സെറ്റിൽസ് ദിസ് ഡിസ്പ്യൂട്ട്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് തോന്നും ഡിസ്പ്യൂട്ട്സ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണോ എന്നൊക്കെ നമുക്ക് ആദ്യം തോന്നും. പക്ഷെ ഇതെന്താ, ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ കണ്ടോ, ഇവിടെ ചോദ്യങ്ങളുടെ പാറ്റേണിലൊക്കെ വരുന്ന മാറ്റം എന്താന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും കുറച്ചും കൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള, അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിരുന്നു അല്ലെ? അപ്പൊ ഈ ചോദ്യമോ കുറച്ചും കൂടി ഒരു കേസ് ബേസ്ഡ് ആണ്. അതായത് ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, ഇതാണ് സാഹചര്യം, ഈ സാഹചര്യത്തിൽ അല്ലെ ഇന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട അതോറിറ്റി ആരാണ് എന്നുള്ള ആ ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട്, ഒരു തർക്കം ഉണ്ടാവുകയാണ്. ആരൊക്കെ തമ്മില്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഒരു അംഗവും തമ്മില്. ഏത് വിഷയത്തിലാണ്? അതെ, ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട്. ഏത് കാലത്ത്? ടു ദാറ്റ് മെമ്പർ ഡ്യൂറിംഗ് ദ ഇലക്ഷൻ പീരീഡ്. ഇലക്ഷന്റെ കാലത്ത് ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടാവുകയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവിടുത്തെ ഒരു അംഗവും തമ്മിൽ. ആ തർക്കം ആരാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? യെസ്. ഓപ്ഷൻസ് നോക്കാം. രജിസ്ട്രാർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, ഓപ്ഷൻ സി റിട്ടേണിംഗ് ഓഫീസർ, ഓപ്ഷൻ ഡി ഇലക്ടറൽ ഓഫീസ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ? ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അപ്പൊ എവിടെ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ഷന്റെ പ്രൊസീജിയേഴ്സ് പറയുന്ന റൂളിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്.
ഒന്നാമത്തെ കാര്യം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇഷ്യൂ ഓഫ് ID കാർഡ്സ് ടു ദ മെമ്പേഴ്സ്. ഒരു സംഘത്തിന്റെ CEO ആണ് ID കാർഡ് ഇഷ്യൂ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആള്. അത് ഒന്നാമത്തെ പോയിന്റ്. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയിന്റ് ആയിരിക്കും അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ അധികാരപ്പെട്ട വ്യക്തി. ദ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് should be supplied with the identification cards in form number 6A of the member who shall bring 2 passport size photos recently taken. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ID കാർഡ് കൊടുക്കേണ്ടത് ഫോം നമ്പർ 6A-ലാണ്. അപ്പൊ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഫോം നമ്പർ 6A-ലാണ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കൂടെ കൊടുക്കേണ്ടതാണ്. ഇനി the issue of ID card shall be stopped before 2 days prior to the date of poll. ID കാർഡിന്റെ ഇഷ്യൂ അല്ലെ, വിതരണം എത്ര ദിവസം മുന്നേ നിർത്തണം? എലക്ഷൻ നടക്കുന്ന ഡേറ്റിന് 2 ദിവസം മുന്നേ നിർത്തണം. 2 days prior to the date of poll. ഇങ്ങനെ തന്നെ പഠിക്കുക. കാരണം ലോന്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യം കാണുമ്പോൾ അത് മനസ്സിലാവുകയും ഉത്തരം കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ. മലയാളത്തിൽ മനസ്സിലാക്കണം, പക്ഷെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ എന്താണ് ആ പറഞ്ഞിട്ടുള്ള വാചകം എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ it should be stopped before 2 days prior to the date of poll. ഇനി നോക്കൂ, ഇവിടെയാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. Any complaint in this regard will be entertained by the electoral officer who shall take a decision on the complaint before 2 days prior to the date of poll. അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു തർക്കവും, ഏത് വിഷയം? യെസ്, ID കാർഡിന്റെ സപ്ലൈയും ഇഷ്യൂ ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന, ഇലക്ഷന്റെ സമയത്തിൽ ID കാർഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തർക്കങ്ങളും പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇലക്ടറൽ ഓഫീസർക്കാണ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ KCS റൂളിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഇലക്ടറൽ ഓഫീസറാണ് അദ്ദേഹം. അതിൽ തീരുമാനം എത്ര ദിവസം മുന്നേ എടുക്കണം? ഇലക്ഷന് 2 ദിവസം മുന്നേ തന്നെ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുകയും കൂടി വേണം. അപ്പൊ മനസ്സിലായോ എന്താണ്, എങ്ങനെയാണ് ആ ചോദ്യം വരുന്നത് എന്നുള്ളത്? അതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണോ സെക്ഷൻ അല്ലെങ്കിൽ റൂള്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോയാൽ മാത്രമേ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, മിസ് ഏത് ഗൈഡ് വാങ്ങി പഠിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന്. ഒരിക്കലും നിങ്ങൾ ഗൈഡുകളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള CSEയുടെ പരീക്ഷയ്ക്കൊന്നും ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൽ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങൾ, ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ആ ഒരു ബെയർ ആക്ട് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൃത്യമായി അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് ലോന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നത് ഓരോ സെക്ഷനും ഇൻ ഹൗസ് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാം. കൃത്യമായിട്ട് ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അതേ ലാംഗ്വേജിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റുകളും വിശദമായി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് പോകാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് മിസ് ഔട്ട് ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എ സൊസൈറ്റി മേ ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ടു എനി അതർ സൊസൈറ്റി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ ഡാഷ് ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പൊ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു സംഘം അതിന്റെ അസറ്റ്സും ലയബിലിറ്റീസും മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ മറ്റൊരു സംഘത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനൊരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ ഏത് മെജോറിറ്റിയിൽ പാസ്സാക്കണം എന്നതാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി ആണോ, ഓൾ, പിന്നെ 2/3, 3/4? എന്താണ് ഉത്തരം? വേഗം കമന്റ് ചെയ്തോളൂ. യെസ്, നോക്കാം. നമുക്കറിയാം സെക്ഷൻ 14 ഭേദഗതി വന്നിട്ടുണ്ട്. അതായത് ഇത് ഞാൻ അതിൻ്റെ അതേ വേർഡ്സ് തന്നെ എടുത്തതാണ്. അതായത് KCS ആക്ടില് ഭേദഗതി വന്നിട്ടുണ്ട്. അതിൽ സെക്ഷനിലും ഭേദഗതി വന്നിട്ടുണ്ട്, റൂളിലും ഭേദഗതി വന്നിട്ടുണ്ട്. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, അതായത് സെക്ഷന്റെ ഭേദഗതി പഠിക്കണോ റൂളിന്റെ ഭേദഗതി പഠിക്കണോ എന്നൊക്കെ. അതിനുള്ള ഉത്തരം പറയാം, സെക്ഷന്റെ ഭേദഗതിയും പഠിക്കണം, റൂളിന്റെ ഭേദഗതിയും പഠിക്കണം കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ സെക്ഷൻ 14 വന്നിട്ടുള്ള ഭേദഗതി, അതായത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ, അതുപോലെ മെർജർ, പുതിയ വാക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മെർജർ. ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 1-2 മാറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മെർജർ എന്ന വാക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അമാൽഗമേഷൻ അല്ലെ, in marginal heading of section 14 after the word amalgamation the word and symbol merger shall be inserted എന്നാണ് നമ്മുടെ ആ ഒരു ഡ്രാഫ്റ്റ് ലോയിൽ പറയുന്നത് തന്നെ. അപ്പോൾ മെർജർ എന്ന വാക്ക് അഡീഷണൽ ആയിട്ട് അമാൽഗമേഷന് ശേഷം മെർജർ എന്ന വാക്ക് കൂടി ചേർത്തിട്ടുണ്ട്.
അടുത്ത എന്താ, സബ്സെക്ഷൻ 1 ആഫ്റ്റർ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ എ സൊസൈറ്റി മേ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ വിത്ത് ദ പ്രയോർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. അതായത് ഇപ്പൊ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ നമ്മുടെ രജിസ്ട്രാറിന്റെ മുൻകൂർ അനുവാദം വേണം എന്നുള്ളൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പ്രയോർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കിയേ, ഫോർ ദ വേർഡ്സ് 2/3 ദ വേർഡ് സിമ്പിൾ ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതായത് 2/3 എന്നുള്ള സ്ഥലത്ത് സിമ്പിൾ എന്ന് മാറ്റണം എന്ന്. അതായത് 2/3 മെജോറിറ്റി വേണം എന്നുള്ള സ്ഥലത്ത് ഇപ്പൊ എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോ പഴയ കാര്യം പഠിച്ചു വെച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് അവരുടെ ആ ഒരു എന്താ പറയാ അറിവിനെ ഒന്ന് തിരുത്തേണ്ടതാണ്, ഒന്ന് അല്ലെ റീലേൺ ചെയ്യേണ്ടതാണ്. ഇപ്പോ 2/3 മെജോറിറ്റി അല്ല, സിമ്പിൾ മെജോറിറ്റി ആണ് അമാൽഗമേഷനും ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനും മെർജറിനും ഒക്കെ വേണ്ടത്. അപ്പൊ എന്താ ആൻസർ വരിക, സിമ്പിൾ മെജോറിറ്റി ആണ്. എന്താ വരിക, സിമ്പിൾ മെജോറിറ്റി ആണ്. നേരെ മറിച്ച് എക്സ്പെൽഷൻ ആണെങ്കിൽ എന്താ ആൻസർ വരിക, എക്സ്പെൽഷന് നമുക്ക് ഇപ്പോഴും 2/3 മെജോറിറ്റി തന്നെ വേണം. പക്ഷേ മെർജിങ് അതുപോലെ തന്നെ അമാൽഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് നിലവിൽ സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ ആണോ, മനസ്സിലായോ? ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങള്? യെസ്. അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ CCയിൽ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ബാച്ച് തന്നെയുണ്ട്. അപ്പോൾ ഈ ബാച്ചിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇപ്പൊ ലോന്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അതായത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു എന്താണ് ആ വിഷയം എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി വരുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറേ PYQs ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. PYQs മാത്രം സഫീഷ്യൻ്റ് അല്ല. PYQs വേണം ടു ആൻ എക്സ്റ്റെൻറ്റ്. പക്ഷെ കണ്ടന്റ് നന്നായിട്ട് അറിയണം എന്നുള്ളതാണ് ഏറ്റവും. അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചോദ്യങ്ങളുടെ പ്രാക്ടീസ് ചെയ്ത് അതൊന്നും കൂടി ഉറപ്പിക്കുക, നന്നായി റിവൈസ് ചെയ്ത് എക്സാം ഹാളിലേക്ക് പോവുക. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് പരീക്ഷയ്ക്ക് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വർക്ക് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാളെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ഇന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി എന്നതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്, ഇല്ലാതെയാവുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കുക. സോ നാളെ എന്നുള്ളത് മാറ്റിവെച്ച് ഇന്നത്തെ കാര്യം ഇപ്പോൾ ഈ നിമിഷം തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.